പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ക്രമസമാധാന പാലനം. ക്രമസമാധാന പാലനം തകർച്ചയിലായാൽ ആ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. സംസ്ഥാനത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ് പോലീസ് ഭരണം, ക്രമസമാധാന പാലനം. പല സർക്കാരുകളെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിൽ പോലീസ് ഭരണത്തിനും ക്രമസമാധാന പാലനത്തിനൊക്കെ വലിയ ചുമതലയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കരുണാകരൻ്റെ കാലം മുതൽ വിജയൻ അധികാരത്തിലിരുന്ന സമയത്ത് പോലും പോലീസിൻ്റെ നടപടിക്രമങ്ങൾ, പോലീസിൻ്റെ പെരുമാറ്റങ്ങൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോലീസുകാരൻ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ അതികഠിനമായി മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ മനോവേദന നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റഡി മരണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് ഭരണം വളരെ നിർണായകമാണ്. വിജയൻ തൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ഒരു മേഖലയും പോലീസ് ഭരണമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പോലീസ് ഭരണം എങ്ങനെയായിരിക്കും എന്നത് വളരെ സാഗൂതം ശ്രദ്ധയോടുകൂടി ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ആഭ്യന്തരവും വിജിലൻസും ഒക്കെ ഉണ്ടാവാറ്. എന്നാൽ ഇത്തവണ ആഭ്യന്തരവും വിജിലൻസും മന്ത്രിയായി ചുമതലയേറ്റത് രമേശ് ചെന്നിത്തലയാണ്. അത് ആദ്യത്തെ അനുഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. 2006-2011 കാലഘട്ടത്തിൽ VS-ന് ആഭ്യന്തരവും വിജിലൻസും ഉണ്ടായിരുന്നില്ല. 2011-2016 കാലഘട്ടത്തിൽ ഏതാണ്ട് പകുതിയോളം സമയത്താണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ ആഭ്യന്തരവും വിജിലൻസും ഉണ്ടായിരുന്നത്. അത് പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കയ്യിലേക്കും അത് പിന്നീട് രമേശ് ചെന്നിത്തലയിലേക്കും വന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യത്തെ അനുഭവം അല്ലെങ്കിൽ പോലും ഇത്തവണ സർക്കാർ രൂപീകരിച്ചപ്പോൾ ആഭ്യന്തരം വിജിലൻസ് രമേശ് ചെന്നിത്തല അതിൻ്റെ വകുപ്പ് മന്ത്രിയാകുന്നത് നമ്മൾ കണ്ടു. സുഹൃത്തുക്കളെ, എന്നാൽ അധികാരത്തിൽ കയറി 8-10 ദിവസം കഴിഞ്ഞിട്ടും ഉന്നത ഉദ്യോഗസ്ഥന്മാരൊന്നും മാറുന്നില്ല. അതിനിടയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിജയൻ്റെ വീട്ടിൽ റെയ്ഡുമായി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തർക്ക വിതർക്കങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രി വിമർശന വിധേയനാകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഞാനതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രിയെ ഒന്ന് കാണാൻ പോയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ വിമർശനപരമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷാജഹാൻ, നമ്മൾ 10 വർഷത്തിന് ശേഷമാണ് നമ്മൾ അധികാരത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായി എടിപിടി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ അഴിച്ചുപണി നടത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനിൽ നിന്നാണ് ഉത്തരവുകൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ എനിക്ക് പരിശോധിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം, 1-2 ആഴ്ച വേണം. ആ ആഴ്ച കഴിയുമ്പോൾ ഞാനൊരു പുനഃസംഘടന നടക്കും, ഒരഴിച്ചുപണി നടത്തും. അത് നല്ലൊരു പോലീസ് സേനയെ ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു പുനഃസംഘടനയായിരിക്കും എന്ന്, ഒരു അഴിച്ചുപണിയായിരിക്കുമെന്ന് രമേശ് ചെന്നിത്തല എനിക്ക് വാക്ക് തന്നിരുന്നു. സുഹൃത്തുക്കളെ, എനിക്കിപ്പോൾ ഈ പോലീസ് അഴിച്ചുപണി നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി ഞാനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് തന്ന വാക്ക് പാലിച്ചു പൂർണ്ണാർത്ഥത്തിൽ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ പോലീസിൻ്റെ അഴിച്ചുപണി സംബന്ധിച്ച് പൂർണ്ണമായും പ്രശ്നരഹിതമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില നിയമനങ്ങൾ സംബന്ധിച്ച് തർക്ക വിതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലതിൽ കഴമ്പുണ്ട് എന്നൊക്കെ ഉള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന ഈ പോലീസിലെ ഉന്നത പോലീസ് സേനയിലെ അഴിച്ചുപണി ഒരു സംശയവുമില്ല നല്ലൊരു പോലീസ്, ഒരു പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ളൊരു പോലീസ് സേനയെ സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ DGP ലെവലിൽ ഈ അഴിച്ചുപണിയൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അതിന് താഴോട്ട് ADGPമാർ മുതൽ DIG IG വരെയുള്ള മേഖലകളിലാണ് കാര്യമായിട്ടുള്ള അഴിച്ചുപണി നടന്നിട്ടുള്ളത്. ആ അഴിച്ചുപണി നമ്മളെടുത്ത് പരിശോധിച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത ഒരു എക്സർസൈസാണ് അത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വ്യക്തമാവും.
ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ 10 വർഷക്കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഭരണാധികാരികളുടെ കാലി നിൽക്കുന്ന ഒക്കെ ആയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ വലിയ ശതമാനം ചെയ്തുകൊണ്ടിരുന്നത്. ഭരണാധികാരികൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു പോലീസ് സേനയാണ് വിജയൻ്റെയും പി ശശിയുടെയും നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അറിയാമായിരുന്നു. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകും. നമുക്കറിയാം ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, MR അജിത് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, H വെങ്കടേഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, ഇവരൊക്കെ ഈ ഭരണാധികാരികളുടെ വത്സല വിശ്വസ്ത വിനീത വിധേയന്മാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം സുഹൃത്തുക്കളെ? ഇവനിപ്പോൾ ഇരിക്കുന്ന DGP പോലും അന്ന് പിണറായി വിജയൻ്റെ വിശ്വസ്ത സേവകനായിരുന്നു. അപ്പം അങ്ങനെയുള്ള രാഷ്ട്രീയ മേലാളന്മാരുടെ കാല് തിരുമുന്ന ഒരു പോലീസ് സേന എന്നതിൽ നിന്ന് മാറി നിഷ്പക്ഷമായി ക്രമസമാധാന പാലനത്തിൽ ഇടപെടുന്ന ഒരു പോലീസ് സേന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിയിട്ടുള്ള പോലീസ് അഴിച്ചുപണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പോലീസിൻ്റെ ഉന്നതങ്ങളിൽ 10-15 വർഷക്കാലമായി വിരാജിച്ചുകൊണ്ടിരുന്ന രാജാവായി വിരാജിച്ചുകൊണ്ടിരുന്ന ഒരുത്തനെ പിന്നെ രമേശ് ചെന്നിത്തല കാലുകൊണ്ട് ഒറ്റ തൊഴുതൊഴിച്ചു പോലീസ് സേനയുടെ പുറത്തേക്ക്. പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിൻ്റെ ADGP ആയി S ശ്രീജിത്തിനെ മാറ്റി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം വിജയനും പിന്നെ ശശിക്കും വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അയാളെ എടുത്തു മാറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നിയമനം എന്ന് പറയുന്നതാണ് P വിജയൻ്റെ നിയമനം. P വിജയൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി നിയമിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. പിണറായി വിജയൻ ഇരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു P വിജയൻ. അവർക്കെതിരെ ചില്ലറ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള അല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ല ഈ കേരളത്തിൽ. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം അതാണ്. വിജയൻ എന്ന് പറയുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി നിയമിച്ചു. അതാരായിരുന്നു? ആ ചുമതല ആർക്കായിരുന്നു വിജയനുണ്ടായിരുന്നപ്പം? ക്രമസമാധാന ചുമതലയും ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയും H വെങ്കടേഷ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കുകയായിരുന്നു. അയാൾ വിജയൻ്റെ ഏറ്റവും വത്സല വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. അയാൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല. ഇപ്പം ഇരിക്കുന്ന അധികാരികൾക്കെതിരെയൊക്കെ അയാൾ എടുക്കാൻ ശ്രമിച്ച നീചമായിട്ടുള്ള നീക്കങ്ങൾ അതിനൊന്നും കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ഒറ്റക്കാര്യം ഞാൻ പറയുന്നുള്ളൂ, വിജയൻ്റെയും ശശിയുടെയും വത്സല വിശ്വസ്ത വിനീത വിധേയനായിരുന്നു H വെങ്കടേഷ്. അയാളുടെ കയ്യിലായിരുന്നു ലോ ആൻഡ് ഓർഡറും ക്രൈംബ്രാഞ്ചും. അയാളെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. ക്രൈംബ്രാഞ്ചിൽ അയാളെ നിയമിച്ചു. കാരണം വെച്ചാൽ ADGPമാർ വേറെ ഇല്ല, അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിൽ അയാളെ നിയമിച്ചു. സൈബർ ഓപ്പറേഷൻസിൻ്റെ ചുമതലയും P വിജയന് തന്നെ കൊടുത്തു. അത് നേരത്തെ ഈ അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള S ശ്രീജിത്തിൻ്റെ കയ്യിലായിരുന്നു, അതെടുത്ത് P വിജയൻ്റെ കയ്യിൽ കൊടുത്തു. അതുപോലെ ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ADGPയെ വേറൊരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അതിപ്പോൾ ഇച്ചിരി ഒരു ആരോപണ വിധേയമായിട്ടുണ്ടെന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ പോലും ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥനെ കോഴിക്കോട് കമ്മീഷണറായി നിയമിച്ചു. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു വലിയ സൂചനയാണ്. ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ. നമുക്കറിയാമല്ലോ, TP വധക്കേസിൽ നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ നടത്തിയ മുടക്കോഴി മലയിലൊക്കെ പോയി ഈ CPM-കാരനെ പിടിച്ച കൊലയാളി സംഘത്തെ പിടിച്ച ആ ടീമിലുണ്ടായിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ്റെ ഭരണം നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഷൗക്കത്ത് അലിയെ കോഴിക്കോട് കമ്മീഷണറായി നിയമിച്ചൊരു സൂചനയാണ്. അത് നിയമിച്ചപ്പോൾ അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയെ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിയമിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റൊക്കെ തിരുത്തണം. അതൊക്കെ രമേശ് ചെന്നിത്തല തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഈ കാര്യക്ഷമമായി പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ തിരുമുന്നവരല്ലാത്ത കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ശക്തമായി ക്രമസമാധാനം പാലനം നടത്തുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിയോജിപ്പിച്ച് പോലീസിൻ്റെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള രമേശ് ചെന്നിത്തലയുടെ ആദ്യ നടപടി ഏതാണ്ട് 99% വിജയിച്ചു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഈ ഉദ്യോഗസ്ഥ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ
ഭദ്രമായിരിക്കും കേരളത്തിലെ ക്രമസമാധാന പാലനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താഴെ പിന്നെ പലതുണ്ട്. ഇപ്പോൾ യതീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അങ്ങനെ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ പലരും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഹർഷിത അർട്ടല്ലൂരി എന്ന് പറഞ്ഞൊരു വനിത, അവരെ പോലീസ് അഡ്മിനിസ്ട്രേഷനിൽ IG ആയി നിയമിച്ചു. സത്യത്തിൽ രമേശ് ചെന്നിത്തല ചെയ്തതെന്താണെന്നറിയാം? രമേശ് ചെന്നിത്തല ഈ ശ്രീജിത്തിനെടുത്ത് ചവിട്ടി കളഞ്ഞു എന്ന് മാത്രമല്ല, ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനിരുന്ന ആ തസ്തിക തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. പോലീസ് അഡ്മിനിസ്ട്രേഷൻ ADGP എന്ന് പറഞ്ഞ തസ്തിക തന്നെ വേണ്ടാന്ന് വെച്ച് അവിടെ ഒരു വനിതയെ കൊണ്ടുവന്നു, ഹർഷിത അട്ടല്ലൂരി എന്ന്. നിശാന്തിനി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉദ്യോഗസ്ഥ, ആ ഉദ്യോഗസ്ഥയും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തേക്ക് കൊണ്ടു. അപ്പോൾ പോലീസിൻ്റെ ഉന്നതങ്ങളിൽ ഇപ്പോൾ 2 ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വനിതകളാണ് എന്നുള്ളൊരു സാധനം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിൽ പോലും ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള രമേശ് ചെന്നിത്തല ഒരു കൂട്ടം കാര്യക്ഷമതയുള്ള, സ്വാധീനത്തിന് വഴങ്ങാത്ത ഒരു കൂട്ടം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരുമിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി രമേശ് ചെന്നിത്തല ചെയ്യേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായി കേരളത്തിൻ്റെ ക്രമസമാധാന പാലനം നടത്തുക എന്നുള്ളതാണ്. അതിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്.